ഉപ്പിലിട്ട മാങ്ങ ഇന്നലെ നമ്മൾ ചോറിട്ടപ്പോൾ മാങ്ങ ഇല്ല അതുപോലെ മുഴുത്ത് മാങ്ങ അങ്ങനെ കണ്ടു കിട്ടും വെറുതെ വിനാഗിരി ഒഴിച്ചു. ശ്യാമളമ്മയാ ഒഴിച്ച് ഉണ്ടാക്കിയത്. ശ്യാമളമ്മയോട് ചോദിക്കാം വിനാഗിരി ഒഴിച്ചു. നിർമ്മലമ്മയോ? ശ്യാമളമ്മ ഉണ്ടാക്കിയതേ നന്നായിട്ട്. ശ്യാമളമ്മയോ? 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 നല്ലതാണോ? നല്ലതാണോ? പുളിയച്ചാറ് പത്തുണ്ടാക്കിയ നാരങ്ങച്ചാറ് ഉണ്ടാക്കിയത് നെല്ലിക്കച്ചാറ് ഉപ്പിലിട്ട നെല്ലിക്ക. എന്നാ കൊച്ചേ അമ്മേനെ എന്നാ മോനെ ആ വെച്ചോ കുഞ്ഞു വെച്ചോ നീ വെച്ചോ. അപ്പോഴും കഴിക്കണം. ജയമ പറഞ്ഞാലും മതി. ജയമ പറഞ്ഞാ മതി. എടി വെച്ചോടി വെച്ചോ. അത് സാരമില്ല. അടച്ചിട്ട് അടച്ചിട്ട് അങ്ങനെ വരാം. എന്നാൽ ശരി. സമാധാനം. ഇല്ലില്ല ഇത് പല അവിടെ പഴയ ഇത് പുതിയത് പുറത്ത് പുതിയത്. നേരത്തെ അവിടെ അല്ല ഇവിടെ മേളിൽ. ആ അവിടെ ചെന്നാൽ എടുക്കാൻ പറ്റത്തില്ല. ചേച്ചിയുടെ വീഡിയോ എടുക്കത്തില്ലല്ലോ. ഓക്കെ മീൻ വേണമെങ്കിൽ കൊണ്ടുപോയിക്കൊന്നോ അമ്മ വന്നാലും ഏട്ടൻ കഞ്ഞിയാ. എന്തുവാ പറ. അതാദ്യം അയ്യോ നടു പൊട്ടിപ്പോയല്ലേ. ഇതാണ് ലച്ചു. ലച്ചുവിൻ്റെ ലച്ചുവല്ലോ ലച്ചുവിൻ്റെ പേരാണ് ഏറിൻ. അവിടെ ഗ്ലാസ്സിൽ ഏറിൻ എഴുതി വെച്ചത്. അച്ഛൻ കുളിച്ചിട്ട് വന്നപ്പോൾ ഏറിൻ എഴുതി വെച്ചത്. കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നാണോ? ഇതാണ് നാളെ എവിടെ ചെന്നാൽ ലിപ്സ്റ്റിക് ഇടും. നാളെ ഓടിക്കണ്ടേ. ഞാൻ മുന്നേ തൂത്തടഞ്ഞിട്ട് അതിൻ്റെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കൊള്ളില്ല. അത് അമ്മയുടെ മുഖം കൊള്ളാത്ത എൻ്റെ കുറ്റമാണ്. എവിടെയാ പേഴ്സ് എടുത്തേണ്ടേ? ചുമ്മാ കൈ വെച്ചു അല്ല ഒരു നീണ്ട പോക്കറ്റ് എന്നതാ
അലഞ്ഞു നടക്കുന്നു. ഇപ്പൊ വെട്ടാനുണ്ടല്ലോ. എനിക്ക് വട്ടമില്ല, ഞാൻ ഈ ക്യാമറ പിടിച്ചാണ്ട് ക്യാമറ വീടല്ലേ അത് കണ്ടോ ബസ് വന്ന് ഞാൻ പിടിക്കാം അങ്ങോട്ട് വീടിൽ കൂടെ കാണാമോ? ബസ് എത്ര ടൂറിസ്റ്റ് ബസ്സാണ് നോക്ക്. ഫോട്ടോ എടുക്കാൻ നല്ല സ്ഥലം. ആശുപത്രിയുടെ മുന്നിൽ എന്നാ ഫോട്ടോ എടുക്കാൻ നല്ല സ്ഥലം. ഓക്കെ. Oh my God. വീടല്ല കുറെ നേരമായി വീടല്ല എന്ന് പറയണം. അടഞ്ഞിരിക്കണേ. ഫോട്ടോ അല്ല ഫോട്ടോ എടുക്കും. നീ പൊടി വേണം തിരിച്ചു വരുമ്പോ എടുക്കാം. എന്തിയാ ലിപ്സ്റ്റിക് ഇട്ടത്? പൊടി. ഇവിടെ ഇന്ന് ഞങ്ങളെല്ലാവരും നല്ല ഫോട്ടോ എടുത്തു. ഞങ്ങളെല്ലാവരും അല്ല, ഞാൻ മാത്രം. അയ്യോ ഭയങ്കര സൗന്ദര്യമാണ്. നിന്റെ ചേച്ചിയല്ലേ അത്രയൊക്കെ വരത്തുള്ളൂ. നിന്റെ ചേച്ചിക്ക് നിന്റെ സൗന്ദര്യമല്ലേ വരുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞ് പഠിക്കും. അല്ലെങ്കിൽ ഷോയിങ് കാണിച്ചോണ്ട് നടക്കണം. പൊടിയല്ല ചുണ്ട്. ചൂടാണോ? ആ മോൾ അങ്ങനെയാണ് കഴിച്ചോ? എനിക്കങ്ങ് വേണ്ട. ഞാൻ ചോദിച്ചില്ലല്ലോ വേണോന്ന്. ദേഷ്യം വരുന്നുണ്ടോ? ദേഷ്യം വരുന്നുണ്ടെങ്കിൽ മൂട്ട് പിടിച്ച് അപ്പുറത്തെ തോട്ട് പിടിക്കും. ഭയങ്കര ഷോങ് കാണിക്കല്ലേ. കുറച്ച് ഷോ ആണെങ്കിൽ പോട്ടേന്ന് വെക്കാം. അത് കുറച്ചത് അധികമാണ്. ഓടിന്ന് പറഞ്ഞാൽ ഞാൻ പോകത്തില്ല. ചായക്ക് ചൂടുണ്ടോ? അതെടുത്ത് താഴെ ഇട്ടാ പോയേ. ചായ കോഫി Soban. ഇലക്ഷൻ്റെ ആൾക്കാർ വന്നായിരുന്നു ഇങ്ങോട്ട്. അപ്പം ഞാൻ ക്യാമറ ഓണാക്കി വെച്ചാൽ, പക്ഷേ അവരെ പിന്നെ കണ്ടില്ല, അങ്ങ് പോയെന്ന് തോന്നുന്നു. ഇലക്ഷൻ്റെ ഞാൻ തോന്നുന്നു കുറേ ആൾക്കാരുണ്ടായിരുന്നു ആ റോഡിൽ കൂടെ വന്നിട്ട്. നമ്മുടെ വീട് അവിടെ നിന്ന് ഇങ്ങനെ പെട്ടെന്ന് കാണത്തില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങോട്ട് കയറിയില്ല, പോയെന്ന് തോന്നുന്നു. കുറേ പേരുണ്ടായിരുന്നു. നിന്നെ ആര് അമ്മേനാണോ വരാത്തെ?
ആരോട് ഫോൺ ചെയ്തേ? അപ്പനും മോളും എങ്ങനെയാ വിളിക്കേ? ആര് ആരുടെ അവിടെ ഫോൺ ചെയ്ത്? വിളിക്കോളെ വേണോ? മാമിയോ? ഏ മാമി? ഇനി എന്നെ എടുക്കാനുള്ള പേഴ്സ് എൻ്റെ ബാഗിനകത്തുണ്ടോ? എനിക്കറിയില്ല പേഴ്സ് എന്ത് ചെയ്യുന്ന. അമ്മയല്ലേ കുറച്ച് മുമ്പ് എടുത്തേ. പൊക്കെ വിട്ടോ. നീ മുന്നേ പോവും. തരാം. ഇതെല്ലാം എടുക്കണേ. ഇറങ്ങടി. അത് ഞാൻ ഓഫാക്കിയത്. Oh my god. Oh my god. Why? Yaru. അനക്കാതെ താഴെ അവിടെ വയ്ക്കും. ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും ഓഫ് ചെയ്യണേ. എനിക്ക് ബെൽറ്റുണ്ടായിരുന്നല്ലോ. ബെൽറ്റ് ഉണ്ടോ നിനക്ക്? സിനിമക്ക് മുമ്പേ ഇതിന്റെ ഷൂട്ടിംഗ് അങ്ങാണ്ട് ഇവിടെ ഉണ്ടോ തോന്നുന്നു. ആട് 3യുടെ ഞാൻ മുമ്പ് വന്നപ്പോ ആട് 3യുടെ വണ്ടി കണ്ടു. വണ്ടി നിന്നെ ചെടി നോക്കി ചന്ദനമായിരിക്കും. നീ വിശ്വസിച്ചോ നിന്റെ അമ്മ പറയുന്നേ? ചെളിയത് ശരിയാ, എനിക്ക് വട്ടല്ലേ ഈ സാധനത്തിന് വട്ടം. ഞാൻ അവളോടൊരു ഓപ്ഷൻ കൊടുക്കാൻ പറഞ്ഞു. പോയി വിട്ടുപോയി. ആംബുലൻസ് വരുന്നുണ്ട്. ആംബുലൻസിനെ കയറ്റി വിടും. കൊല്ലപ്പാട്ടിയോ ഓ ആംബുലൻസ് കുറയുന്നില്ല പറഞ്ഞേ. പുറകിന്ന് വന്നിട്ട് ഇതിന് എവിടെ പോകുന്നു? ദേണ്ടിരിക്കണേ ആ വണ്ടി ആ കറുത്ത ജീപ്പിലെ ഫുള്ള് ചെളി. മുമ്പിൽ നോക്കണം, അത് മുമ്പിൽ കയറി നോക്കാൻ പറ്റുന്നില്ല. അതാണ് ഇപ്പുറത്തെ സൈഡിൽ ഇതൊന്ന് വാഷ് ചെയ്തോട്ടേടാ. Oh my god. ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചത് ഒരു പാവ. അത് ഇവള് കുറച്ചൊരു കുഞ്ഞായിരുന്നപ്പോഴേ അതേ കയറി ഇരിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതിന്റെ കാല് പൊട്ടി, പഞ്ഞി വെളി വന്നു. പിന്നെ ഞാനൊന്ന് തയ്ച്ചായിരുന്നു, അത് കഴിഞ്ഞ് പിന്നെയും പൊട്ടി. മലബാർ ചിപ്സ്. ആ വണ്ടി എന്തിയാ പോയോ? അപ്പുറത്ത് നിങ്ങളുടെ തിരിവില്ലേ? ഞങ്ങൾ തിരിയുന്നില്ല. ഇവരൊക്കെ പോണ്ടായിട്ട് Once upon a time there was a കൊടുക്കണേ. ഓക്കെ ഇവരേക്ക് പോണോ? ഞാൻ വരുന്നില്ലേ? എന്നാ മേടിക്കാം? ഇതുണ്ട്, പച്ചക്കറി വേണം. ഇതില്ല, നമ്മൾ പോകുന്ന വഴി കണ്ടോ? പള്ളിപ്പറമ്പ്
അങ്ങോട്ട് പോയി റംബൂട്ടാൻ വാ. ഞാൻ ഇങ്ങനെ ഓർത്തായി ഇനിയിപ്പോൾ നമുക്ക് പോയി പച്ചക്കറികൾ മേടിക്കാം. ഒത്തിരിയൊന്നുമില്ല, പിന്നെ കൊച്ചിന് കഴിക്കാൻ എന്തെങ്കിലും മേടിക്കണം. മറ്റേ ഈ വെച്ച സാധനം മേടിക്കണം. നാരായണിക്ക് ഷേക്ക് കുടിക്കാൻ നാണോ? വന്നില്ലല്ലോ, ഇരുട്ടായല്ലോ, ആരെയും കാണുന്നില്ലല്ലോ. ലൈറ്റൊക്കെ ഇട്ടാക്കാം. കഴിഞ്ഞ അപ്പോൾ പറയും അവരമ്മയും മോളും കൂടെ രാത്രി സഞ്ചാരമാണ്. ഇപ്പോൾ അതേ അവളെ കൊച്ചുമോളെയും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയെന്ന് പറയും കേട്ടോ. ഞാനും അമ്മയും കൂടെ ഒരു കാര്യം ചെയ്യാം. എൻ്റെ കൂടെ അമ്മയോടെ നീ വരണ്ട. നീ നിങ്ങളുടെ മുണ്ടൊക്കെ ഇറങ്ങത്തില്ല. അയ്യോ എൻ്റെ പൊന്നെ, ചേച്ചി എന്നാ മുണ്ടൊക്കെ ഇറങ്ങാൻ തുടങ്ങിയത്? എന്താ പൊന്നെ, ഇപ്പം കേൾക്കാം. എനിക്കിന്ന് കുറേ പണിയുണ്ട്. ഇനി അവിടെ എല്ലാം തൂത്ത് തുടച്ച് വിളക്കെല്ലാം കഴുകിയിട്ട് വേണം. നാളെ 1-ാം തീയതിയാണ്, പക്ഷേ മറക്കരുത്. എന്നാ അയ്യോ 1-ാം തീയതി അമ്പലത്തിൽ പോകരുത്. ഭഗവാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അങ്ങനല്ല പറഞ്ഞത്, പോകണമെന്ന് ഉദ്ദേശിച്ച് പറഞ്ഞ കളിയാക്കിയതല്ലേ? പോകണം 1-ാം തീയതി. ഇരുട്ടത്ത് എന്തുവാ നമ്മൾ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് അല്ലേ? ആർക്കറിയാം. ഇന്നിപ്പോ കണ്ട പടം സുഖമില്ലായിരുന്നല്ലേ നാരായണി? ഡ്യൂഡെന്ന് പറഞ്ഞ പടം കണ്ടിട്ട് പോയി. എന്ത് വരുന്നത്? ഡ്യൂഡ് എന്ത് പടം വന്നത്? എനിക്കിഷ്ടപ്പെട്ടില്ല. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ഇതില്ലാത്ത എന്നാ വെച്ചാൽ ഒരു നടപ്പില്ലാത്ത പോലത്തെ സംഭവം അല്ലേ? അവൻ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് കൂടെ വന്നേ? മനസ്സിലായോ? ത്യാഗം ആണ് സുഹൃത്തെ, ത്യാഗം. അതൊക്കെ പോട്ടെ, നമ്മളെന്താ ഇതൊക്കെ പറയണേ? അപ്പുറത്ത് കിടക്കുന്നില്ലേ? പിന്നെ സിനിമയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരാശ്വാസം. ആഹാ കണ്ട് ഒരു പോലീസുകാരൊക്കെ ഇപ്പോൾ ഉണ്ട്. എന്നാന്നറിയാമോ? നാളെ വൃശ്ചികം വന്നല്ലേ, ശബരിമല സീസൺ ആയതുകൊണ്ട് ഇവിടെ ഇതിലെ കൂടെ ആണല്ലോ പോകുന്നത്. പോലീസുകാർ നിൽപ്പുണ്ട്. ഇനി മൊത്തം തിരുവനന്തപുരം വരെ കാണും അവർ. പൊടിയാണോ നോക്കിയതാ? വണ്ടി അല്ല, അണ്ണനെടുത്ത് പോകണം. 1 കിലോ ഏത്തയ്ക്കാൻ മേടിക്കണം. അണ്ണ 1 കിലോ ഏത്തയ്ക്ക തരുമോ? പഴുത്തത്. ഇനി നമ്മൾ സൈഡിൽ കൂടെ അടക്കം സൂക്ഷിച്ചില്ല നമുക്കിട്ട് ഭവാണി കിട്ടും. മാറി അതല്ല അയ്യപ്പ വണ്ടികൾ. ഞാൻ നാരായണോട് പറയായിരുന്നു വൈകിട്ട് വരുമ്പോൾ സൂക്ഷിച്ച് വന്നോ. സ്വാമി മലമുകളിലുണ്ട്. സ്വാമി അവിടെ അല്ലേ പ്രതീക്ഷിച്ചേക്കുന്നത്? ഞാനവിടെ കൊണ്ടിരുത്തി. ഓ വലിയ ശല്യമൊന്നും ഇല്ലെന്നേ. കളക്ഷനോ? കളക്ഷൻ ഏകദേശം കുഴപ്പമൊന്നുമില്ല. നമുക്ക് തട്ടിയും മുട്ടിയും പോകാം. പിന്നെ വന്നില്ലേ? വന്നു മണി അടിച്ചു. ബാ പിടിക്കാം, നമുക്ക് പിടിക്കാം. നീ ബാ ഞാൻ ഓർത്ത് ഇച്ചിരി കൂടെ കഴിഞ്ഞ വരത്തുള്ളായിരിക്കും നേരത്തെ. ഞാനിപ്പോ നാരായണി ഇപ്പൊ പറഞ്ഞു അമ്മയും മോളും കൂടെ എന്നെ പഠിപ്പിക്കുന്നു.
ആ ആ നിൻ്റെ അമ്മ ആദ്യം തുടങ്ങി വെച്ച പരിപാടി പിന്നെ നീ കണ്ടിന്യൂ ചെയ്യുന്നു. ഇപ്പം പാരമ്പര്യമായിട്ട് നാരായണിക്കും കൊടുക്കുന്നത് നട്ടപ്പാരിക്ക് കയറി വരിക. കൊച്ചിനമ്മ ഒരു സൂത്രം തന്നിട്ടുണ്ടല്ലോ. എന്താണത്? എന്തായിരിക്കും അത്? ഐസ്ക്രീം ഒന്നുമില്ല. ഷേക്ക് ഷാർജ ഞാൻ പറഞ്ഞല്ലേ ഇത് മേടിച്ചോണ്ടാണ്. ഒന്നുമില്ല ഇവിടെ. ഞങ്ങൾ ചോദിച്ചല്ലേ ഇല്ല, നമുക്ക് അറിയാമല്ലോ. അവളുടെ കുപ്പിക്കകത്ത് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ കടിച്ചില്ല സ്ട്രോ. അതെ എന്റെ ഓർമ്മ ഞാൻ രണ്ടാമത് മേടിക്കുമായിരുന്നു. ബാക്കി കറക്റ്റ് പകുതി ഞാൻ കൊടുത്തതാ. പകുതി കഴിച്ചോന്നാവേ. അത് ക്ലാസ് വലുതിന്ന് ചെറുലോട്ട് വന്ന എന്റെ കുറ്റമാണ്. കഴിക്കല്ല കണ്ട, ഞാൻ പറഞ്ഞില്ല അത് കൊടുക്കണ്ട. കൊച്ചിനെ കുളിപ്പിച്ചില്ലേ? ഓഹോ, രാത്രി കണ്ട എന്ത് സൂപ്പറാണ്. എന്തൊരു വ്യൂ ആണത്. അടിപൊളി. ഇന്നിപ്പോ എന്നെ ഇറക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? തിരിക്കാൻ വെക്കുക. കേരളത്തിലെന്ന് ഓർത്ത വേണ്ടി ആ പുള്ളി കയറ്റി. കുറച്ച് മേളിലായിരുന്നു, അത് കുഴപ്പമില്ല. ഇവിടെ ആ ഏറ്റുമാനൂരോ? പേരെന്താ? കണ്ണു വരട്ടോ, ഒരു 10-15 ഇവിടെ ഈരാറ്റുപേട്ട് പോകുന്നത് എങ്ങനെ? ഈരാറ്റുപേട്ട് പോകാൻ ഭർത്താനാണോ? രണ്ടുമൂന്ന് വഴിയുണ്ട്. കയറ്റമുള്ളതുകൊണ്ട് വഴി ആരും കാണത്തില്ല. ഈ മേളിൽ കയറ്റം കയറിയില്ലേ, ഭർത്താനം കയറി അങ്ങോട്ട് ഇറങ്ങി. മുണ്ടക്കയം പോയിട്ടാ? മുണ്ടക്കയത്ത് മേലോട്ട് കയറി വരികയാണ്. ബസ് സ്റ്റാൻഡ് ഇപ്പറേ മേലോട്ട് അതിൽ കയറി പോയാൽ ലെഫ്റ്റ് താഴോട്ടുള്ള ഇറങ്ങാടാ. ഇടത്തോടെ പോയി കഴിഞ്ഞാൽ ഭർത്താനം. അത് എളുപ്പമുണ്ട്. ആ, വേറെ വണ്ടി ഒന്നും കാണില്ല. നല്ല റോഡല്ലേ? നല്ല റോഡൊക്കെ ഉണ്ട്. പെട്ടെന്ന് എത്തൂലേ? ആ, അതനുസരിച്ച് കയറ്റമുണ്ട്. അങ്ങോട്ട് ഇവിടെ അങ്ങോട്ട് ഇറക്കാം. ഒരു മല കയറി ഇറങ്ങാം. കുഴപ്പമൊന്നുമില്ല. റോഡ് കുഴപ്പമൊന്നുമില്ല. റോഡ് നല്ല റോഡാണ്. അല്ല ശല്യമൊന്നും കുഴപ്പമില്ല. വണ്ടി എന്തെങ്കിലും മൃഗങ്ങളുടെ ശല്യമൊന്നും ഒന്നുമില്ല. അത് താമസമാണ്. വണ്ടി കയറുന്നുള്ളൂ.
എന്തോ ഇല്ലില്ല ഇവിടുന്ന് ഈ ഒരു കയറ്റം കൊണ്ട് വേണ്ട. നേരെ ബസ് സ്റ്റാൻഡിൽ പോരാ. പാലം തന്നെ കയറിയിട്ട് ഇങ്ങോട്ട് കയറിയ പാലം തന്നെ കയറിയിട്ട് വലത്തോട്ട് വലത്തോട്ട് കയറി അറിയത്തില്ലേ സ്റ്റാൻഡ് കഴിഞ്ഞ് തൊട്ട് അപ്പുറത്ത് മേലോട്ട് പോകും. സ്റ്റാൻഡ് കഴിഞ്ഞിട്ടാ സ്റ്റാൻഡ് കഴിഞ്ഞു. കൂട്ടിക്കറോടെന്ന് ചോദിച്ചാൽ മതി ആളൊരു സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് ശക്കലേ ഉള്ളൂ. ഒരു കാണാവുന്ന ദൂരമേ ഉള്ളൂ. സ്റ്റാൻഡിൻ്റെ വളവില്ലേ അതിന് തിരിയുമ്പോൾ വലത്തില്ല. അതിന് മേലോട്ട് കയറി കഴിഞ്ഞാൽ 2 റോഡ് ഒരേപോലെ കാണാം. മെയിൻ റോഡായിട്ട് അതിൽ ലെഫ്റ്റ് സൈഡിൽ കൂടെ തന്നെ മേലോട്ട് ഉള്ള റോഡ് ലെഫ്റ്റ് സൈഡ്. ഈ അവിടെ പോയിട്ട് തിരിയോ അവിടെ ഇത് തിരിയോ ഇങ്ങോട്ട് കയറുമ്പോൾ തിരി. എന്നാന്ന് വിചാരിച്ചേ ഓക്കെ 20 കിലോ എന്ന് പറഞ്ഞു. 20 കിലോ ഇത് പുതു പുറകോട്ട് ഓക്കെ. തിരിച്ചു തിടുമ്പോൾ എല്ലാവരും അറിയത്തുള്ളൂ. ആരുമില്ലപ്പേ. നാരായണിയേ വന്ന് ആദ്യം പോയി വല അടച്ചിട്ടിട്ട് വന്നാൽ മതി. ഇനി വയ്യ നാളെ വരെ പോയടി അതുകൊണ്ടല്ലേ. ഇതൊരു ഗിഫ്റ്റാണ്. ആ എവിടെ അവിടെ നിന്ന് അവള് അങ്ങോട്ട് ചെല്ലാൻ. ശരി അവിടെ ചെന്ന് നോക്കാടി. അതിവിടെ ഒക്കെ എങ്ങനെ വെക്കും? ആ വളയോ മാലയോ? നീ വളയും മാലയൊന്നും ഇടിയല്ലോ. നോക്കട്ടെ. ചീവ നിർത്തിക്കേ ആദ്യം. കത്തി വേണോ? വേണ്ടായ ശമ്പു കൊച്ചിന്റെ കാലയിലാന്ന്. ബെഡാണോ? വരത്തില്ലായിരിക്കും രാത്രി പോണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടുന്നോ കൊച്ചിന്റെ മുഖത്തേക്ക് കൊള്ളല്. നീ പറഞ്ഞ ബെഡാണല്ലേ? നിന്നോട് അതിൽ പറഞ്ഞാണോ? അതെ ഇവൾക്ക്. ആ ഇവള് ബെഡ് ബെഡെന്ന് പറയുന്നത്. ബെഡോ? ആരാ പറഞ്ഞ? ഓ ഇതേ യൂട്യൂബിനകത്ത് മറ്റേ ബെഡില്ലേ അതാണെന്ന് ഓർത്തിട്ടാ ഈ പറയുന്നേ. അത് യൂട്യൂബ്.
ഞാൻ നോക്കിയാൽ മതിയോ? നിങ്ങൾ എടുക്കാവോ? വേണ്ട, ഞാൻ നോക്കാം. അന്ന് ചേട്ടൻ എടുക്ക്. ഞാൻ എടുത്തു തരാം. വേണ്ട, അവള് അങ്ങോട്ട് നോക്ക്. അതെന്ന് പറയാം. ഞാനിത് പിന്നെ വെച്ചിട്ടുമോ? പിന്നാണ് ഇടി കൊടുക്കടി അവക്കട്ട് ഇടി. ചപ്പൽ ചെരുപ്പ് തിന്നണോ? ഹെഡ്സെറ്റ്. ഹലോ, നീ മറന്നു നിന്നെടുത്ത് നിന്റെയിലോട്ട് തരാം. അങ്ങോട്ട് വെച്ച് നോക്ക്. ഞാൻ പറഞ്ഞില്ല പൊന്ന സംഭവിക്കുള്ളത്. ഇപ്പൊ പറഞ്ഞില്ല എന്ത് ചെയ്യുന്ന. ഉണ്ടായിരിക്കുമല്ലോ നോക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ കുട്ടി, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, നിന്റെ തന്നെ കഴിച്ചു. താങ്ക് യു പേ. ചുമ്മാ എടുത്തിടല്ലേ, ചിലപ്പോ അത് പൊട്ടുന്ന വല്ല സാധനമായിരിക്കും. ആ അപ്പൊ അങ്ങ് തീർതി പിടിച്ചങ്ങോട്ട്. എനിക്ക് കൂടി പോയാലുണ്ടല്ലോ ഞാൻ ഇരുന്ന് എടുത്തിയാണ്. എനിക്ക് നാളെ അതുകൊണ്ടാണ് ഇത് ചെയ്ത് തീർക്കണ്ട. അത് വേറെ സമ്മുടി ഹെയർ സ്റ്റൈലർ അഴിച്ചല്ലേ എടുക്കുന്ന എല്ലാം. വാവ്, ഡിന്നർ സെറ്റ്. അമ്മ പോടാ. ഏ ഇല്ല, ഡിന്നർ സെറ്റ് പിന്നെ പൊട്ടില്ല. ഞാൻ ഇതിന്റെ അതിനകത്ത് കനമുള്ളതൊന്നും വെച്ചില്ലേ? അതല്ല, ഈ ചില്ല് പൊട്ടില്ലെന്ന് പറഞ്ഞു. താല്പര്യം പാൽപ്പൊടി. വാവ്, ചോക്ലേറ്റ്സ്. ഡ്രസ്സ് അതെടുത്ത് നോക്കിയാ അഴിക്കണ്ട, ഇങ്ങനെ കാണിച്ചാൽ മതി. ജസ്റ്റ് ആരാണ് ഇതേ ബ്ലാങ്കറ്റ്സ്. ആ എടുക്ക്. ബാഗ്. വാവ്, എടി ദേണ്ടേ ശംഭുവിനെ നിക്ക്. ഇത് അഴിച്ച് നോക്കണ്ടടാ മുത്തേ. എടാ നിക്ക്, അമ്മനെ അവിടെ നിക്ക്. ദേടിയാ എടുത്ത് വെക്കട്ടെ കുഞ്ഞേ. കുഞ്ഞേ മാറി നിന്ന് നാരായണി സൈഡിൽ നിന്നേ. ആ അത് കാണിക്കാം. വാവ്, സ്കൂൾ ബാഗാ. മോനെ അവിടെ വെച്ചാൽ എടുത്ത് തരാം. എനിക്കറിയത്തില്ല. ഷാമ്പു അടങ്ങിയിരുന്ന മോനെ. ബ്ലാങ്കറ്റ്സ് 3 കളറുണ്ട്. അത് ചെറുതും നീല വലുതും. ഇതാണ് ശാംഭവി ചോദിച്ച ബ്ലാങ്കറ്റ്സ്. ബ്ലാങ്കറ്റ്സ് അതാണ് വലുത്. ഞാൻ പോയി ആടെ താഴെ മാറ്റി വരണേ. താഴെ മാറ്റിച്ചേ ഇല്ല. കറക്റ്റ്.
ഓക്കെ കാണിച്ചേ ചപ്പൽ കാണിച്ചേ കറക്റ്റ് അല്ലേ വാവ് കറക്റ്റാണ് ദൈവമേ ഇടട്ടെ ഇല്ല കറക്റ്റാ അയ്യേ കറക്റ്റാ കറക്റ്റ് കറക്റ്റ് അല്ല എനിക്ക് ഇടാലോ എന്ന് ഓർത്ത് തിരിച്ചാണോ എന്നിട്ട് കലണ്ടർ പണ്ട് ലാബിൽ നിൽക്കുമ്പോൾ നമ്മൾ ചെയ്തോണ്ടിരുന്ന സാധനം ഒരെണ്ണമുള്ള ഇനി ഒരെണ്ണമുള്ളോ അത് സമയം എത്ര 8:50 സ്കൂളിൽ കൊണ്ടുപോയിട്ട് നീ കൊണ്ട് കളഞ്ഞു വരും നിന്നെ അമ്മക്കറിയത്തില്ലേ